ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ മോട്ടിവേറ്റഡ് റിലേഷൻസിന്റെ കുറച്ച് സെക്ഷൻസ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി സെഷൻസ് നമ്മൾ ഓൺലൈനായിട്ടാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. So this is the first section. Let A and B be sets a binary relation from A to B is a subset of A cross B. A cross B ഒരു സബ്സെറ്റ് ആണ് നമ്മുടെ ബൈനറി റിലേഷൻ. നമ്മുടെ കാര്യത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു. In other words, a binary relation from A to B is a set R of ordered pairs where the first element of each ordered pair comes from A and second element comes from B. We use the notation A R B related to B to denote that ordered pair AB element of R and A does not related to B to denote that A ordered pair AB does not element of R. Moreover, when AB belongs to R, we said that A related to B by R. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷന്റെ ഡെഫിനിഷൻ ആണ് ഇരിക്കുന്നത്. എ ക്രോസ് ബി എന്നുള്ള നമ്മുടെ കാർട്ടിസിബിൾ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും നമുക്ക് വരുന്ന ബൈനറി റിലേഷൻ. ആണ് എന്ന് കാണിക്കാൻ എ റിലേറ്റഡ് ടു ബി എന്ന് എഴുതാറുണ്ട്. അതിന്റെ മെയിൻ ഓർഡർ എ ബി ആറിലെ എലമെന്റ് ആണ് എന്നുള്ളതാണ്. അതുപോലെ എ ഡസ് നോട്ട് റിലേറ്റഡ് ബി എന്ന് പറയുന്നതാണ്. എ ഡസ് നോട്ട് റിലേറ്റഡ് ടു ബി, എയും ബിയും റിലേറ്റഡ് അല്ല എന്നുള്ളതാണ്. എ ഈസ് സെറ്റ് ടു ബി റിലേറ്റഡ് ടു ബി ബൈ ദ റിലേഷൻ ആർ. ആർ റിലേഷൻ വെച്ച് എയും ബിയും റിലേറ്റഡ് ആയിരിക്കും എന്നാണ് ഇതിന്റെ മീനിങ്. A relation on the set A is a relation from A to A. A relation on the set A. ഒരു സെറ്റ് എയിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്കാണ്. അതായത് ആർ ഫ്രം എ ടു എ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, റിലേഷൻ ഓൺ സെറ്റ് എ ഈസ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ക്രോസ് എയുടെ സബ്സെറ്റ് ആയിട്ടായിരിക്കും നമുക്ക് അത് കിട്ടുക. Let A be the set 1, 2, 3, 4 which of the ordered pairs are in the relation AB. That is A divides B. A divides B എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. അത് ഓർഡർ പെയർ എ ബി നമുക്ക് വേണം. കണ്ടീഷൻ A divides B ആണ്. A divides B എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? B divisible by A. B divided by A കിട്ടണം. അതാണ് A divides B എന്നുള്ള ഡെഫിനിഷൻ. Because order pair AB is in R if and only if A and B are positive integers not exceeding 4. എന്താ 1, 2, 3, 4 എന്നുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് സെറ്റിനകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് മാത്രമേ ചീസ് സെൻറ്റികളാണ് നോട്ട് എക്സീഡിങ് 4 കൊടുത്തിരിക്കുന്നത്. ഇതെന്തായിരിക്കണം? എ ഡിവൈഡ്സ് ബി ആയിരിക്കണം. നോക്കി 1 ഡിവൈഡ്സ് 1 ഡിവൈഡ് ബൈ 1 ആണ്, പോസിബിൾ ആണ്. 1 ഡിവൈഡ്സ് 2 ഡിവൈഡ് ബൈ 1 പോസിബിൾ ആണ്. 1 ഡിവൈഡ്സ് 3 ഡിവൈഡ് ബൈ 1 പോസിബിൾ ആണ്. സിമിലർലി നമ്മൾ ചെയ്യുന്നത് നമുക്ക് 2 divides 2 കിട്ടും, 2 divides 4, 3 divides 3 and 4 divides 4. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു റിലേഷൻ. തന്നിരിക്കുന്ന ഇത് സെറ്റ് ഫോമിലാണ്. അതിന്റെ റോസ്റ്റർ ഫോമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ഇനി ഇതിനെ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഗ്രാഫിക്കൽ മെത്തേഡ്, ഗ്രാഫിക്കൽ ആൻഡ് ടാബുലർ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് റിലേഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഗ്രാഫിക്കൽ മെത്തേഡാണ് കാണിക്കുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് വരുമ്പോൾ നമുക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 4 എലിമെന്റ്സ് തന്നെ. 1, 2, 3 and 4. അതേ സെയിം എലിമെന്റ്സ് നമുക്ക് റൈറ്റ് സൈഡിലും ഉണ്ട്. 1, 2, 3 and 4. ഇവിടെ 1, 2, 3 and 4. ഇനി നമുക്ക് നമ്മുടെ റിലേഷൻ നോക്കി നമ്മൾ ഓൾറെഡി കണ്ടു. ഏതൊക്കെ എലിമെന്റ്സ് അവിടെ 1, 1 ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ 1 to 1 ഒരു ആരോ യൂസ് ചെയ്ത് കണക്ട് ചെയ്യണം. 1, 2 ഉണ്ട്, 1, 3 ഉണ്ട്, 1, 4 ഉണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം കണക്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി 2, 1 ഉണ്ടോ? 2, 1 ഇല്ല. 2, 2 ഉണ്ടല്ലേ. നമ്മൾ ഈ കുറച്ച് മുമ്പേ ചെയ്ത എക്സാമ്പിൾ വെച്ച് തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലം വരെ ഗ്രാഫ് വരയ്ക്കുന്നത്. അവിടെ നമുക്ക് A divides B ഇല്ലേ, അതാണ് ചെയ്യുന്നത്. 2, 1 ഉണ്ടോ? ഇല്ല. 2, 2 ഉണ്ടോ? 2, 3 ഉണ്ടോ? ഇല്ല. പിന്നെ ഏതാണ്? 2, 4 ഉണ്ട്. ഓക്കെ. ഇനി 3, 2 ഉണ്ടോ? ഇല്ല. 3, 3 ഉണ്ട് അല്ലേ. 3, 3 ഉണ്ട്. 3, 4 ഉണ്ടോ? 3, 4 ഇല്ല. ഓക്കെ. ഇനി അടുത്തത് 4, 3 4, 1 ഏതിലും ഉണ്ടോ? ഇല്ല. ഏത് മാത്രമേ ഉള്ളൂ? 4, 4 മാത്രമേ ഉള്ളൂ. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് റിലേഷൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ മെത്തേഡ്. നമുക്കൊരു ടാബുലാർ മെത്തേഡും കൂടെ ഉണ്ട്. അത് നമ്മള് രണ്ട് സെറ്റ് ആയിട്ട് എഴുതും. ഓർഡർ പേഴ്സ് എയും ബിയും രണ്ട് സെറ്റ് ആയിട്ട് എഴുതും. എ എന്ന് പറയുന്നത് നമുക്ക് എവിടെ ആയിരിക്കും വരുന്നത്?
മുകളിലും ബി എന്ന് പറയുന്നത് താഴെ വരുന്ന രീതിയിൽ. ഓക്കെ, 1 2 3 and 4, 1 2 3 and 4. നമ്മൾ കോളം വെച്ചൊരു സബ്ട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. 1 1 ഉള്ള പേരുണ്ട്, അവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു. 1 2 ഉണ്ട്, 1 2 കൊടുക്കുന്നു. 1 2 ഇത് വരുന്നത് സെറ്റ് ചെയ്യേണ്ടതാണ്. നോക്കിയേ, 1 3 ഉണ്ടല്ലോ, 1 3 ഉണ്ട്, 1 4 ഉണ്ട്, 1 4 ഉണ്ട്. 2 1 ഉണ്ടോ? 2 1 ഇല്ല, അപ്പൊ 2 1 കൊടുക്കണ്ട. ഇനി 2 2 ഉണ്ടല്ലോ, 2 2 തല മാർക്ക് കൊടുത്തു. 2 3 ഉണ്ടോ? 2 3 ഇല്ലായിരുന്നു. പിന്നെ 2 4 ഉണ്ടല്ലേ, 2 4 കൊടുത്തു. ഇനി 3 1 ഉണ്ടോ? ഇല്ല. 3 2 ഉണ്ടോ? ഇല്ല. 3 3 ഉണ്ട്, 3 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് കൊടുത്തു. 3 4 ഉണ്ടോ? ഇല്ല. ലാസ്റ്റ് വൺ ഏതാ ഉള്ളത്? ഇവിടെ 4 4 മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫിക്കൽ ആൻഡ് ടാബുലർ മെത്തേഡ്സ് വരുന്നത് കേട്ടോ. ഓക്കെ, രണ്ടും നമ്മൾ പ്രീവിയസ് ചെയ്ത റിലേഷൻ ആർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ്, ഒന്ന് ഗ്രാഫിക്കലും ഒന്ന് ടാബുലറും. Okay, how many relations are there on the set with n elements? n elements ഉള്ള ഒരു സെറ്റില് എത്ര റിലേഷൻസ് പോസിബിൾ ആണ്? നമ്മളെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഡേഡ് പെയർ ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലേ. യെസ്, ഒരു ഓർഡേഡ് പെയർ ആണ്. ഈ ഈ ഓർഡേഡ് പെയർ എത്ര ഓർഡ് പെയർസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. A relation on a set A is a subset of A cross B. A cross B സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ക്രോസ് എൽ എലമെന്റ്സ് അവിടെ കണ്ടുപിടിക്കണം. എ ക്രോസ് എൽ എന്തായിരിക്കും? എയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് എയിൽ n സ്ക്വയർ എലമെന്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. n സ്ക്വയർ എലമെന്റ്സ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഓൾറെഡി അറിയാമല്ലേ, നമ്മുടെ സബ്സെറ്റ്സിന്റെ നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എന്തായിരിക്കും? m എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് 2m സബ്സെറ്റ്സ് ആയിരിക്കും മാക്സിമം പോസിബിൾ ആകുന്നത്. അങ്ങനെയുള്ള എല്ലാ സബ്സെറ്റ്സിനകത്തും നമുക്ക് റിലേഷൻ പറയത്തില്ലേ? പറയാം. സോ മാക്സിമം നമുക്ക് കിട്ടുമ്പോൾ സബ്സെറ്റ്സിന്റെ എണ്ണം 2m ആയിരിക്കും ഫോർ m എലമെന്റ്സ് ഉള്ള. അപ്പൊ നമ്മുടെ എ ക്രോസ് ആണ് നമ്മുടെ സെറ്റ്, നിലവിലത്തെ സെറ്റ്. അതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന റിലേഷൻസ് പറഞ്ഞാൽ എ ക്രോസ് 2m അല്ലേ, അതായത് എ ക്രോസ് എലമെന്റ്സ് ഉണ്ട്, n സ്ക്വയർ എലമെന്റ്സ് ഉണ്ട്. 2n സ്ക്വയർ റിലേഷൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണ്, ഒരു സെറ്റ് ആണ്, സെറ്റിനകത്ത് എ ബി സി 3 എലമെന്റ്സ് ഉണ്ട് എന്ന് വെക്കുക. ആ 3 എലമെന്റ്സ് ഉള്ള സെറ്റിന് 2⁵3 സ്ക്വയർ റിലേഷൻസ് 2⁹9 512 റിലേഷൻസ് ആയിരിക്കും ഒറ്റ സെറ്റ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ദർ ആർ സോ മെനി ഡിഫറെന്റ് റിലേഷൻസ് ദാറ്റ് വി ഹാവ് ഫ്രം എ 3 സെറ്റ് എലമെന്റ്സ്. 3 എലമെന്റ്സ് മാത്രം സെറ്റിൽ നമുക്ക് 512 റിലേഷൻസ് പോസിബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്യണം. 2n സ്ക്വയർ ആയിരിക്കും നമുക്കൊരു ക്രോസ് നിന്ന് കണ്ടെത്താൻ പറ്റുന്ന റിലേഷൻസിന്റെ മാക്സിമം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്, വെരി ഇമ്പോർട്ടന്റ്. A relation R on a set A is called reflexive if ordered pair A element of R for every element A element of A. നമ്മൾ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. 2 മാർക്കിംഗ് സെഷൻ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ് എന്ന് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഓൾഡ് പെയർ എ എന്ന ആ ഒരു പെയർ നമ്മുടെ റിലേഷനകത്ത് വരണം. അത് ഒരെണ്ണം മാത്രം വന്നാൽ പോരാ, നമ്മുടെ സെറ്റ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിന്റെ എല്ലാം ഈ ഫോർമാറ്റിലുള്ള ഓർഡർ പെയർ നമ്മുടെ റിലേഷനകത്ത് കിട്ടണം. സോ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. കൺസിഡർ ദ ഫോളോയിങ് റിലേഷൻ ഓൺ 1 2 സെറ്റ് ആണ്. 1 2 3 4 എന്നാണ്. സോ 4 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ 4 എലമെന്റ്സിന്റെ A4 ഓർഡർ പെയർ A, അതായത് ഓർഡർ പെയർ 1 1 2 2 3 3 and 4 4. ഇത് 4 ഈ 4 ഓൾഡ് പേഴ്സ് ഉണ്ടെങ്കിൽ ആ റിലേഷൻ എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കി R1 നോക്കി, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഇല്ല. 3 3 എന്നുള്ള ഓർഡർ പെയർ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് R1 എന്താണ്? R1 റിഫ്ലെക്സീവ് അല്ല. 3 3 എന്നുള്ള ഓർഡർ പെയർ മിസ്സിംഗ് ആയതുകൊണ്ട് R1 എന്താണ്? റിഫ്ലെക്സീവ് അല്ല. നോക്കി R2 നോക്കി, 1 1 മാത്രമേ ഉള്ളൂ, 2 2 ഇല്ല, 3 3 ഇല്ല, 4 4 അല്ല. അപ്പൊ എന്താ? R2 റിഫ്ലെക്സീവ് അല്ല. ഇനി R3 ചെക്ക് ചെയ്യാം അല്ലെ. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. സോ R3 എന്തായി? റിഫ്ലെക്സീവ് ആയി. R3 നമുക്ക് റിഫ്ലെക്സീവ് ആയിട്ട് കിട്ടി. ഇനി R4 നോക്കി, 1 1 ഇല്ല, 2 2 ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ R4
നോട്ട് റിഫ്ലക്സീവ് ആണ്. ഇനി R5 ചെക്ക് ചെയ്യാം. 1 1 ഉണ്ട്, ഓക്കെ, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. സോ ഇതും എന്തായി റിഫ്ലക്സീവ് ആയിട്ട് കിട്ടി. ഇനി 3 4 നോക്കി, ഇവിടെ ചെക്ക് ചെയ്യാനേ നോക്കണ്ട, എന്തായാലും റിഫ്ലക്സീവ് അല്ല. ഓക്കെ, നമുക്ക് റിഫ്ലക്സീവ് ആണെങ്കിൽ എന്തൊക്കെ പറയുന്നു? 1 1 2 2 3 3 4 4 വേണമായിരുന്നു. ഇതില്ല, ദാറ്റ് ഇസ് നോട്ട് റിഫ്ലക്സീവ്. ഇങ്ങനെയാണ് റിഫ്ലക്സീവ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഒരു പ്രോബ്ലം കാണാനുള്ള സാധ്യതയുണ്ട്, നല്ലപോലെ പഠിക്കുക. നെക്സ്റ്റ് വൺ, ഇത് മിക്കപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു സെക്ഷനാണ്. Is the divides relation on the set of positive integers reflexive? Divides relation reflexive ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Because A divides A, whenever A is a positive integer, the divides relation is reflexive. അതെന്താ divides relation എന്ന് പറഞ്ഞാൽ എന്താ? A divides B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും ഏതൊക്കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരിക്കണം, അത് സെയിം ആകാമല്ലോ. എന്താ, എ ഡിവൈഡ്സ് എ ആണ്, എ ബൈ എ. എ ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എപ്പോഴും 1 ആയിട്ട് കിട്ടും. സോ എ ഡിവൈഡ്സ് എ പോസിബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ഡിവൈഡ്സ് റിലേഷൻ, ഡിവൈഡ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എപ്പോഴും എന്തായിരിക്കും? റിഫ്ലക്സീവ് ആയിരിക്കും. Note that if you replace set of positive integers with a set of all integers, the relation is not reflexive because 0 does not divide 0. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാണ് നമ്മുടെ സെറ്റ് പോസിറ്റീവ് ഇന്റീജേഴ്സ് ആണ്. പോസിറ്റീവ് ഇസഡ് പ്ലസിൽ മാത്രമേ നമുക്ക് എന്താകുള്ളൂ? ഡിവൈഡ്സ് റിലേഷൻ റിഫ്ലക്സീവ് ആകുന്നുള്ളൂ. എൻ്റയർ ഇന്റീജേഴ്സിൽ നമുക്ക് 0/0 എന്നൊരു കേസ് ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് റിഫ്ലക്സീവ് ആകത്തില്ല. സോ സെറ്റ് പോസിറ്റീവ് ഇന്റീജേഴ്സിൽ മാത്രമേ ഡിവൈഡ്സ് റിലേഷൻ റിഫ്ലക്സീവ് ആകുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡെഫിനിഷൻ ആണ്. നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്. മെയിൻ നമ്മൾ പഠിക്കുന്നത് സിമെട്രി ആണ്. A relation R on a set A is called symmetric. Okay, the word symmetric if all the pair be A element of R, whenever AB element of R, for all AB element of A. AB എന്നുള്ളത് ഏതെങ്കിലും ഓർഡർ പെയർ ആയിരിക്കും, അന്നും റിലേഷനകത്ത് ഉണ്ടാകും. AB എന്നുള്ളത് റിലേഷനകത്ത് ഉണ്ടെങ്കിൽ ബി എയും വേണം. ഇത് രണ്ടും എ ബിയും ടി എയും അത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷനെ സിമെട്രിക് എന്ന് വിളിക്കുള്ളൂ. A relation R on a set A such that for all AB element of A, all pair A, B element of R അത് റിലേഷനകത്ത് ഉണ്ട്, ആൻഡ് ബി എ എലമെന്റ് ഓഫ് R രണ്ടും ഉണ്ട്. Then A equal to B is called anti-symmetry. സിമെട്രിയും ആന്റിസിമെട്രിയും ഓപ്പോസിറ്റ്സ് ഒന്നുമല്ല. സിമെട്രി ഒരു കേസാണ്, ആന്റിസിമെട്രി ഒരു സ്പെഷ്യലൈസ്ഡ് കേസാണ്. നമുക്കത് എക്സാമ്പിൾസിലൂടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ അതിനെ കുറിച്ച് വളരെ തോന്നുമെങ്കിലും ചെറിയ എക്സാമ്പിൾ ആണ് കേട്ടോ. Which of the relations from example start are symmetric and which are they anti-symmetric? നമ്മൾ കുറച്ചുണ്ടായി കണ്ട എക്സാമ്പിൾ R1 R2 R6 വരെ ചെയ്തില്ലേ, നോക്കത്തെടുത്ത് നോക്കിയാൽ മതി. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് സിമെട്രി, ഏതൊക്കെയാണ് ആന്റി സിമെട്രി എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സൊല്യൂഷൻസ്. The relations R2 and R3 are symmetric. R2 മാത്രം നോക്കി, 1 1 ഉണ്ട്. 1 1 തിരിച്ചെടുത്താൽ 1 1 തന്നെയാണ്. സോ അതവിടെ ഉണ്ട്. ദെൻ അടുത്ത 1 2 ഉണ്ട്. 1 2 തിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന 2 1 ആണ് അല്ലേ, കണ്ടോ? Because in each case BA belongs to relation whenever AB plus AB ഉള്ളപ്പോൾ എല്ലാം BA ഉണ്ട്. ഫോർ R2 നോക്കിക്കേ, നമുക്ക് ആകെ ചെക്ക് ചെയ്തത് 2 1 ഉണ്ട്. 2 1 തിരിച്ചത് എന്ത് കിട്ടും? 1 2 ഉണ്ട്. ഇത് രണ്ടും ഉണ്ടല്ലേ. 1 1 ചെയ്താലും 1 1 അവിടെ തന്നെയാണ്, നമുക്ക് തിരിച്ചെഴുതിയാലും സെയിം നമ്പറാണ് കിട്ടുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. 2 1 ഉള്ളപ്പോൾ 1 2 ഉണ്ട്. അതുകൊണ്ട് R2 സിമെട്രിക് ആയി. R3 നോക്കിക്കേ, R3 നമുക്ക് ഏതൊക്കെ ചെക്ക് ചെയ്യണം? R3 വരുമ്പോൾ നമുക്ക് 1 1 ഓക്കെ 1 1 തിരിച്ചു പറയുന്നുണ്ട്. 1 2 തിരിച്ചെഴുതുന്ന 2 1 ഉണ്ട്. 1 4 തിരിച്ചെഴുതിയ 4 ഉണ്ട്. പിന്നെ 2 2 3 3 4 4 തിരിച്ചെഴുതിയാലും സെയിം തന്നെയാണ്. അപ്പൊ അവരുണ്ട് അല്ലെ. നമ്മൾ 1 2 2 1 ചെക്ക് ചെയ്തു, 1 4 4 1 ചെക്ക് ചെയ്തു, രണ്ടും ഉണ്ടായിരുന്നു. ഓക്കെ, ഡിഫറെന്റ് ആയിട്ട് വന്ന എ ബി പേഴ്സിന്റെ സിമെട്രിക് ഇമേജ് ബി എയും നമ്മൾ കിട്ടിയത് കൊണ്ട് R2 R3 എന്താണ്? സിമെട്രിക് ആണ് കിട്ടി. By finding a pair AB such that it is a relation but DA it is not, we can conclude that a relation is not symmetric. By finding a pair AB such that it is in the relation but DA is not, we can conclude that there are no symmetry. അതായത് എ ബി ഉള്ളപ്പോൾ ബി എ ഇല്ല എങ്കിൽ they are not symmetric എന്ന് പറയും. പക്ഷെ അത് ആന്റി സിമെട്രി അല്ല, they are not symmetric എന്നല്ല കേട്ടോ. ഇനി R4 ഉം R5 ഉം R6 ഉം
ആന്റി സിമെട്രിക് ആണ്. ഓക്കെ, അതെന്താ ആന്റി സിമെട്രിക്? ആ ഡെഫിനേഷൻ തമ്മിൽ മനസ്സിലാവുന്നില്ല. For each of these relations, there is no pair of elements A and B with A not equal to B such that both AB and BA belong to the relation. നമ്മളോട് തന്നെ വായിച്ചു ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിനൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ നോക്കിക്കേ, R4 മാത്രമേ വായിച്ചു കൊണ്ട് നോക്കിക്കേ. R4 നമുക്ക് 2 1 ഉണ്ട്. 1 2 ഉണ്ടോ? ഇല്ല. 3 1 ഉണ്ട്. 1 3 ഉണ്ടോ? ഇല്ല. 3 2 ഉണ്ടോ? 2 3 ഉണ്ടോ? ഇല്ല. 4 1 1 4 ഇല്ല. 4 2 2 4 ഇല്ല. 4 3 3 4 ഇല്ല. അതാണ് ആന്റി സിമെട്രി. അവിടെ ആരും വന്നില്ല. ഇനി വരുവാണെങ്കിൽ തന്നെ ഈ 1 1 2 2 3 3 4 4 അത് വന്നാലും ആന്റി സിമെട്രി ആണ്. പക്ഷെ എന്തില്ല, 1 2 2 1 ആ ഫോമിൽ തിരിച്ചു കിട്ടത്തില്ല. അതാണ് ആന്റി സിമെട്രി ടെസ്റ്റ്. എക്സാക്ട്ലി ഓപ്പോസിറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏത് ഉള്ളപ്പോ ബി എ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ 1 1 2 2 3 അതിന് വരാം. ഇനി നമ്മുടെ R5 R5നകത്ത് 1 1 ഉണ്ട്, പ്രശ്നമില്ല. കാര്യം എ ഈക്വൽ ടു ബി, എ ഫസ്റ്റ് സെക്കൻഡും വാല്യൂ സെയിം ആണെങ്കിൽ അതിന് നമ്മൾ നോക്കണ്ട, കുഴപ്പമില്ല. എ നോട്ട് ഈക്വൽ ടു ബി വരുമ്പോ എ ബിയും ബി എയും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 1 1 ഉണ്ട്, പ്രശ്നമില്ല. 1 3 2 1 ഉണ്ടോ? ഇല്ല. 1 3 3 1 ഉണ്ടോ? അതുമില്ല. 1 4 4 1 ഉണ്ടോ? അതുമില്ല. 2 2 കുഴപ്പമില്ല. 2 3 ഇല്ല. 2 4 ഇല്ല. 3 3 പ്രശ്നമില്ല. 3 4 ഇല്ല. ഓക്കെ, അവിടെ ഒന്നിന് നമുക്ക് തിരിച്ചുള്ള എ ബിക്ക് ബി എ എന്നുള്ള ബേസ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എത്ര ആന്റി സിമെട്രി ആണെന്ന് പറയാം. ഇനി ആർ ഒന്നും നോക്കണ്ട, 3 4 മാത്രമേ ഉള്ളൂ. 4 3 എന്നുള്ള ഇല്ല. അതുകൊണ്ട് അതെന്തായി? ആന്റി സിമെട്രി. ഓക്കെ, മനസ്സിലായല്ലോ? In our device relation symmetric ആണ് ചോദിക്കുക. Is the device relation on the set of positive integer symmetric? Is it anti-symmetric? നമ്മൾ നോക്കിയത് അല്ലെ, സിമെട്രിക് ആണോ ആന്റി സിമെട്രിക് ആണോ എന്താണ് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താ വരിക? This relation is not symmetric because 1 divides 2 but 2 does not divide 1. 1 divided by 2 അല്ല, 2 divides 1, 2 by 1 പോസിബിൾ ആണ്. പക്ഷെ 1 by 2 റിമൈൻഡർ ഇല്ലാതെ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ എന്താ, 1 ഡിവൈഡ്സ് 2 പോസിബിൾ ആ, 2 ഡിവൈഡ്സ് 1 പോസിബിൾ അല്ല. അതുകൊണ്ട് സിമെട്രി കിട്ടത്തില്ല. ഇനി ആന്റി സിമെട്രിയോ? കിട്ടും അല്ലെ. എ ഡിവൈഡ്സ് ബിയും ബി ഡിവൈഡ്സ് എയും എപ്പോഴാ? എ ഈക്വൽ ടു ബിയിൽ പറ്റും. അതായത് നമുക്കിപ്പം എ ഡിവൈഡ്സ് ബി ഉണ്ടെങ്കിൽ ബി ഡിവൈഡ്സ് എ ഇല്ല. അപ്പൊ തന്നെ നമുക്ക് എന്തായാലും ആന്റി സിമെട്രി ഫസ്റ്റ് കേസായി. എ ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷൻ മാത്രമേ എന്തിൽ വരുള്ളൂ? എ ഡിവൈഡ്സ് എ മാത്രമേ പോസിബിൾ ആയിട്ട് വരുള്ളൂ. സോ ഡിവൈഡ്സ് റിലേഷൻ നമുക്ക് ആന്റി സിമെട്രിക് ആണ്, പക്ഷെ സിമെട്രിക് അല്ല. ഇതാണ് നെക്സ്റ്റ് കേസ്. നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ്, എ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് എ ഈസ് കോൾഡ് ട്രാൻസിറ്റീവ് if whenever AB element of R and BC element of R, then AC element of R for all A, BC element of A. ട്രാൻസിറ്റീവ് എ ബി എന്നുള്ള പേര് റിലേഷൻ ആയിട്ടുണ്ട്. ബി സി ഉണ്ടെങ്കിൽ എ ബി ആൻഡ് ബി സി, എ സി എന്ന് പറയുന്ന റിലേഷനകത്ത് തന്നെയാണ് ഫോർ ഓൾ എ ബി സി എലമെന്റ് ഓഫ് എ. നമുക്കത് റിലേഷനകത്ത് വെച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. എ ബി എന്ന് പറയുന്നത് ഉണ്ട്, ബി സി എന്ന് പറയുന്നുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്ന റിലേഷനകത്ത് വേണം. അങ്ങനെ കിട്ടിയാൽ ട്രാൻസിറ്റീവ് റിലേഷൻ ട്രാൻസിറ്റീവ്. എക്സാമ്പിളിന് ചെക്ക് ചെയ്യാം. നമ്മൾ മുമ്പ് ചെയ്താൽ മറ്റേ സ്റ്റാർ ഉണ്ടല്ലേ, ആറെണ്ണം അതിനെടുത്താൽ മതി. അതാണ് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചുരുക്കി പറയാൻ പറ്റുന്നത് അത് തന്നെയാണ്. ഫസ്റ്റ് ആർ നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. R4ഉം R5ഉം R6ഉം ട്രാൻസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. R4 നോക്കി 2 1 ഉണ്ട്. ഈ 1 ഫസ്റ്റ് നാലിലുണ്ടോ? ഇല്ല. ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നില്ല. 3 1 ഉണ്ട്, 3 1ഉം ആയിരുന്നു. 3 2 ഉണ്ട്, 3 2ന് 2 3 വരുന്ന ആരിലുണ്ടോ? അല്ലെ 2 സ്റ്റാർട്ട് ചെയ്യുന്ന ആരിലുണ്ടോ? അതുമില്ല. 4 1ന് 1 വെച്ച് തുടങ്ങുന്നില്ല. 4 2 2 1 ആണല്ലേ, ഉണ്ട്. അത് ചെക്ക് ചെയ്യാൻ ഏതാ ഉള്ളത്? നമുക്ക് 4 2ഉം 2 1ഉം ഉണ്ട്. ചെക്ക് ചെയ്ത നമുക്ക് സംശയം, നമുക്ക് ആദ്യം നോക്കാം. Okay, for each of these relations, we can show that it is transitive by saying that AB and BC belong to the relation, then AC is also does. നമുക്ക് R4 നോക്കുക. നമുക്ക് 3 2 R4 3 2 എന്നൊരു വാല്യൂ ഉണ്ട്. 3 2 നമുക്ക് നെക്സ്റ്റ് എടുക്കാൻ പറ്റിയത് 3 2. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വരുന്നത് 2 1 ആണ്. ഇവിടെ തീരേണ്ട വാല്യൂ സെയിം ആയിരിക്കണം. 3 2ഉം 2 1ഉം. 3 1 വേണം. 3 1 ഇല്ലെന്ന് എനിക്ക് 3 1 ഉണ്ട്, ഓക്കെയാണ്. അതുപോലെ അടുത്ത് നോക്കി
2 1 4 3 2 1 4 3 ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. 4 2 2 1 ചെക്ക് അല്ലെ. 4 2 2 1 എടുക്കുന്നു. ഇവിടെ 4 1 കിട്ടും. 4 1 ഉണ്ടോ? 4 1 ഉണ്ട്. ഓക്കെ ആണ്. അതുപോലെ 4 3 3 1 4 1 കിട്ടും. അതുപോലെ ഓരോന്നിന്റെ ചെക്ക് ചെയ്യുന്നു. R1 നമുക്ക് ട്രാൻസിറ്റീവ് അല്ല. R1 ട്രാൻസിറ്റീവ് അല്ലാത്തതിന്റെ കാര്യമില്ല. ട്രാൻസിറ്റീവ് അല്ല നമുക്ക് ഒറ്റ എക്സാമ്പിൾ കൊടുത്താൽ മതി. R1 is not transitive. നമുക്ക് R1 3 4 ഉണ്ട് 4 1 ഉണ്ട്. 3 4 4 1 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 ഇവിടെ 4 പോയിട്ട് 3 1 വേണം. 3 1 നമ്മുടെ R1 ഉണ്ടോ? ഇല്ല. 3 1 does not belong to R1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? R1 is not transitive. R2 നോക്കിക്കേ. 1 2 1 1 ഉണ്ട് 1 2 ഉണ്ട് 1 2 കിട്ടി. R1 is R3 is not transitive. R2 is not transitive because എന്താ 2 1 ഉം 1 2 ഉണ്ട്. ഇത് രണ്ടും മാറ്റി 2 2 ഉണ്ടോ? 2 2 ഇല്ല. അതുകൊണ്ട് കിട്ടുകയല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഇനി ഇപ്പൊ തോന്നും എങ്ങനെയാണ് R6 ട്രാൻസിറ്റീവ് ആയത് അല്ലേ? സംശയം വന്നു. R6 താഴെ 3 4 ഒറ്റ എലിമെന്റ് അല്ലേ ഉള്ളൂ. വേറെ ചെക്ക് ചെയ്യാൻ വേറൊരു ഓർഡർ പേരയിൽ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ലാത്ത കേസിൽ ഡയറക്ട്ലി ബൈ ഡെഫിനിഷൻ ഇറ്റ് ട്രാൻസിറ്റീവ്. ചെക്ക് ചെയ്യാനുള്ള കേസിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കിയാൽ മതി. അല്ലാത്ത കേസിൽ ഡയറക്ട്ലി ട്രാൻസിറ്റീവ് ആയിക്കോളൂ. അതാണ് R6 ട്രാൻസിറ്റീവ് ആകാനുള്ള കാര്യം. ഓക്കെ തോന്നുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാം. അപ്പൊ നമുക്ക് നമ്മൾ R4ന്റെ കാര്യം പറഞ്ഞു. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് വരുന്ന കേസുകൾ പറഞ്ഞു. R5ന്റെ കാര്യം പറഞ്ഞു. R1ന്റെ കാര്യം പറഞ്ഞു. നോൺ ട്രാൻസിറ്റീവ് കേസ് പറഞ്ഞു. ഒക്കെ നമ്മൾ ഇവിടെ കൊണ്ട് അസസ്മെന്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? തൊട്ടത്തിലെ ഭാഗം വായിച്ച് നല്ലപോലെ പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക്സുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കും.